ഓം ഭദ്രകാളിയെ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസം 9-ാം തീയതി ജൂലൈ 25-ാം തീയതി മുതൽ ഒരു 4 രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് മുന്നോട്ടുള്ള കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഈ 4 രാശിക്കാർക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ, രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ, നിങ്ങളെ സംബന്ധിച്ച് 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂല സ്ഥിതിയിൽ വരുന്ന സമയമാണ്. ഒന്ന്, ശനി എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകൻ, ആയുൾകാരകനായ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ജൂലൈ 27 മുതൽ ആരംഭിക്കും. ജൂലൈ 25-ാം തീയതി മുതൽ തന്നെ ആ ഒരു വക്രഗതിയുടേതായിട്ടുള്ള ഗുണഫലങ്ങളും ഈ 4 രാശിക്കാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് സഞ്ചരിക്കുന്ന സമയവുമാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും അനുകൂലത്തിൽ വരുന്നത് ഈ ഒരു 4 രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രജാതകർക്കാണ്. എപ്പോഴൊക്കെയാണോ വ്യാഴവും ശനിയും ഒരുപോലെ നമുക്ക് അനുകൂലത്തിൽ വരുന്നത്, ആ കാലഘട്ടങ്ങൾ എത്ര വലിയ കഷ്ടപ്പാടോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്ത് തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ അപ്രതീക്ഷിത ഗുണഫലങ്ങൾ വന്നു ചേരും. ജൂലൈ 25 മുതൽ ഈ ഒരു സമയമാറ്റം ആരംഭിച്ച് ഡിസംബർ മാസം 11-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ പറയുന്ന 4 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദശാകാലഘട്ടം ജാതകപ്രകാരം നടക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ശനിയുടെ ദശാകാലഘട്ടമൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ വളരെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരും. അതല്ലെങ്കിൽ ശനിയുടെയോ വ്യാഴത്തിൻ്റെയോ അപഹാരം നടക്കുന്നവർക്കും ഗുണഫലങ്ങൾ ധാരാളമായി ലഭിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ സമയം നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് വ്യാഴം 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സുഖസ്ഥാനത്ത് കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്ന സമയം. പക്ഷേ ശനി ഏഴരശനിയുടെ രൂപത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരുന്നിരുന്നു. എന്നാലിപ്പോൾ ആ ശനിയും കൂടെ വക്രഗതിയിലേക്ക് മാറുകയാണ് ജൂലൈ 27 മുതൽ. 25-ാം തീയതി മുതൽ തന്നെ ആ ഒരു ഫലങ്ങൾ അനുഭവത്തിൽ വരും. മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴവും ശനിയും ഒരുപോലെ അനുഗ്രഹം നൽകുന്ന സമയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സമയത്ത് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങളെന്ന് നോക്കാം. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കും. പലർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് ജൂലൈ 25 മുതൽ മുന്നോട്ട് ഡിസംബർ 11 വരെയുള്ള കാലഘട്ടം ശനി കൂടി അനുകൂലത്തിൽ വരുന്നതിനാൽ സ്വന്തമായ ഭൂമി, ഗൃഹം, ഇതിനുള്ള യോഗം, വണ്ടിവാഹന യോഗങ്ങൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ, നല്ല ജോലി ലഭിക്കുക, ആഗ്രഹിക്കുന്ന വിദേശ ജോലിയോ വിദേശവാസമോ ഒക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനാണ്. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് ഒരു പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ജോലി ലഭിക്കും. ഒരുപാട് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രമോഷൻ, ഒരു പദവി ഉയർച്ച, നല്ല സ്ഥാനമാറ്റം, ഇടം മാറ്റം, ഇതൊക്കെ ലഭിക്കുന്ന സമയം. കുറച്ച് കാലങ്ങളായി ഒരു ഗവൺമെൻറ് സർവീസിലേക്ക്, സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ഗവൺമെൻറ് ജോലി, സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഈ കാലഘട്ടങ്ങളിൽ തെളിഞ്ഞു കിട്ടും. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ വളരെ ഉത്തമമാണ്. വളരെ നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി എത്ര രൂപ കയ്യിൽ വന്നാലും
വരുന്നതിൻ്റെ ഇരട്ടി ചിലവ് അനുഭവത്തിൽ വന്ന രാശിക്കാരാണ് മേടം രാശിക്കാർ. അത് കൂടുതലും പാഴ്ചിലവുകൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമില്ലാത്ത അവസ്ഥ. നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ കൈകളിൽ വരുന്ന പണം പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യത്തിന് സാധിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആ പണം ചിലവഴിക്കാൻ സാധിക്കുന്ന സമയം. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ, ഗൃഹപ്രവേശം, സന്താന ഭാഗ്യം, ഇങ്ങനെ പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗതി, ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ ഉയർച്ച ലഭിക്കുക. ഒരു ജോലിയുടെ സമയമാണെങ്കിൽ നല്ല ജോലി ലഭിക്കുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുക. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറുക. അനുയോജ്യമായുള്ള മംഗല്യഭാഗ്യം ലഭിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നും ഏറ്റവും നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ്. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശുഭഗ്രഹങ്ങൾ എന്ന് പറയാവുന്ന വ്യാഴവും അതുപോലെ ശനി പൊതുവെ ഏറ്റവും വലിയൊരു പാപനാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ 7.5 ശനിയുടെ ദോഷം കൂടെ വിട്ടുമാറി ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ശനി തന്നെ നൽകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയവും വ്യാഴവും ശനിയും അത്രമേൽ നല്ല രീതിയിൽ ഈ ഒരു രാശിക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മാറ്റമുണ്ടായി അപ്രതീക്ഷിത വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് സമയം ഏറ്റവും അനുകൂലമായി വരികയാണ്. നിങ്ങളെ സംബന്ധിച്ച് കണ്ടകശനിയുടെ കാലഘട്ടം, ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കും. വ്യാഴം നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ വ്യാഴമാറ്റം ജൂൺ 2-ാം തീയതി നടന്നു എങ്കിൽ തന്നെയും പല മിഥുനരാശിക്കാർക്കും ഈ കണ്ടകശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിച്ചിരിക്കില്ല. ഇപ്പോൾ വ്യാഴവും ശനിയും ഒരുപോലെ ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിൽ, പ്രത്യേകിച്ച് ശനിയുടെ വക്രഗതിയും കൂടെ വരുമ്പോൾ ആ കണ്ടകശനി ദോഷം വിട്ടുമാറും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമാണ്. പ്രധാനമായും മിഥുനരാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ നിങ്ങൾ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും ലഭിക്കാതിരുന്ന പല നേട്ടങ്ങളും ഗുണഫലങ്ങളും മാറ്റങ്ങളുമൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഒരു വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾക്കും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി വളരെ വലിയ മാറ്റങ്ങൾ, വിജയങ്ങളൊക്കെ ലഭിക്കും. പലർക്കും പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ പരാജയപ്പെട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ചെയ്യുന്ന ജോലി, തൊഴിൽ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, പണം, പേര്, പ്രശസ്തി ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടകശനിയുടെ സ്വാധീനം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിക്ക് പരിശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ഒരു ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മിഥുനരാശിക്കാർക്കും നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം പൂർണ്ണമായി ഒരുമിച്ച് ലഭിക്കുക, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അടുത്തതായി മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ കണ്ടകശനി നൽകിയിട്ടുണ്ട്. പല വ്യക്തികളെയും സംബന്ധിച്ച് ഭാര്യാഭർത്താക്കന്മാർ പല കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടത്തായി വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥയും, പലരെയും സംബന്ധിച്ചൊരു വിവാഹ മോചനത്തിൻ്റെ വക്കിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ബന്ധങ്ങൾ വളരെ വഷളായി മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കും. പല കാര്യകാരണങ്ങളാൽ വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ജീവിക്കുവാനുള്ള ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസം, ആ തടസ്സം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും വിവാഹം വളരെ നല്ല രീതിയിൽ ആലോചിച്ച് നിശ്ചയം വരെ കഴിഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയ അവസ്ഥ പലർക്കുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി അനുയോജ്യമായ വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ജീവിത സുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം ശനികൂട വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത്രയും നാൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ നെഗറ്റീവായിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുള്ള വ്യക്തികളാണ് പലരും. നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് അപ്രതീക്ഷിതമായ പല ഗുണഫലങ്ങളും നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. നല്ല ജോലി, നല്ലൊരു ഭൂമി വാങ്ങാനുള്ള യോഗം, ഒരു വീട് നിർമ്മിക്കുവാനുള്ള യോഗം, ഒരു വാടക ഭവനത്തിലൊക്കെ ഏറെക്കാലമായി താമസിച്ചിരുന്നവർക്ക് സ്വന്തമായ ഒരു ഗൃഹപ്രവേശം നടത്താൻ, ഒരു വീട് നിർമ്മിച്ച ഗൃഹപ്രവേശം നടത്താൻ യോഗമുള്ള സമയമാണ്. ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ മിഥുന രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആക്സിഡൻറ്റ് അങ്ങനെയുള്ള വാഹന അപകടങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, അതുമൂലം ആശുപത്രി വാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിച്ച് കടബാധ്യതകളൊക്കെ വന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി ആരോഗ്യമൊക്കെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഈ ഒരു കാലഘട്ടത്തെ, ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ജൂലൈ 25 മുതൽ ഡിസംബർ 11 വരെയുള്ള കാലഘട്ടം വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കും. മിഥുനരാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഒരു നല്ലൊരു സമാധാനവും സുഖവും സന്തോഷവും, ആ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത ലഭിക്കുന്ന സമയവുമാണ്. സ്വന്തം ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു സഹായം, അനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാവുകയാണ്. നിങ്ങൾക്കിപ്പോൾ വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. എന്നാൽ നിങ്ങൾക്ക് 7-ാം ഭാവത്തിൽ ശനി കണ്ടകനായിട്ട് സഞ്ചരിച്ചിരുന്ന സമയമായതുകൊണ്ട് ആ വ്യാഴത്തിൽ നിന്ന് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കുറവുണ്ട്. ഇപ്പോൾ ശനിയും കൂടി വക്രത്തിലേക്ക് വരുമ്പോൾ കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണകാലം ആരംഭിക്കുകയാണ്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വിട്ടുമാറും. പ്രത്യേകിച്ച് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കടബാധ്യതകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന സമയം, കോടതി കേസ് വ്യവഹാരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയം, നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ശത്രുതകൾ, അത് നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ ജോലി ചെയ്യുന്നിടങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് അനാവശ്യമായി നേരിടേണ്ടി വന്നിരുന്ന ഒരു എതിർപ്പുകൾ, എത്ര നന്മ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന കന്നിരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം, ഒരു മാറ്റം ലഭിക്കും. പുതിയ വഴികൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ആ ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുക. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഏറെക്കാലങ്ങളായി സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണം, ഒരു വീട് നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നിട്ടിറങ്ങാം. അതിന് സമയം ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായ ഭൂമി, ഗൃഹത്തിന് ഈശ്വരൻ യോഗം നൽകുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന ഒരു സമയം. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, സ്വന്തം ബന്ധങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ആ പണം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നിറവേറും.
അതുപോലെ തന്നെ കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആവലാതികൾ വേവലാതികൾ വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം. അതുപോലെ വിദേശത്ത് ഉപരിപഠനം വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉള്ള യോഗം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല ജോലി ലഭിക്കുന്ന സമയം, അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹം, സന്താനഭാഗ്യം, ഇങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും കുട്ടികളെ കൊണ്ട് കന്നിരാശിക്കാരായ മാതാപിതാക്കൾക്ക് മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക, കുട്ടികളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ ലഭിക്കും. മാനസികമായും ശാരീരികമായും നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്ന സമയമാണ്. മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് വളരെ നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്കയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായി പല നേട്ടങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. കന്നിരാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. വ്യാഴം 11 കൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അപ്രതീക്ഷിതമായ ധനനേട്ടം, ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ചെറുതാണെങ്കിലും അതൊരു സമ്പാദ്യം ലഭിക്കുന്ന സമയം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്താനായിട്ട് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. മാനസികമായും ശാരീരികമായിട്ടും ഒരു നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹായിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ സഹായങ്ങളൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു സമയമാണ്. കൊടുത്ത പണമൊക്കെ തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. എത്ര വലിയ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളിൽ കൂടിയോ മുന്നോട്ട് പോകുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനൊക്കെ മാറ്റമുണ്ടാകും. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സമയം അത്രത്തോളം നിങ്ങൾക്ക് അനുകൂലമാണ്. ഏത് പ്രായത്തിലുള്ള കന്നിരാശിയിൽപ്പെട്ട ഒരു സ്ത്രീ പുരുഷനാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. കുറേ നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. അതുപോലെ 7ര ശനിയിലെ ജന്മശനി എന്ന ശക്തമായ ശനിദോഷത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും. നിങ്ങൾക്ക് ആ ശനി കൂടി വക്രത്തിലേക്ക് മാറുമ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെയും പൂർണ്ണമായ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താങ്ങാവുന്നതിലും അധികം ഭാരം ഒരു വ്യക്തിയുടെ തലയിൽ വെച്ചാൽ ആ വ്യക്തിയുടെ പാദത്തിന് പോലും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ജീവിതം ഒരു പ്രതിസന്ധിയിലായതുപോലെ മുന്നോട്ടിനി സഞ്ചരിക്കാൻ കഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്നത് പോലെയുള്ള ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ മീനം രാശിയിൽ ധാരാളമുണ്ട്. കാരണം അത്രമേൽ ശനി ശക്തമായ ഒരു ദോഷം നൽകിയിട്ടുള്ള രാശിയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ഒരു ശക്തമായ ബലവാനായ ഗ്രഹത്തിൻ്റെ ശുഭദശ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ശക്തമായ ബുദ്ധിമുട്ടാണ്. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരവും, ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ചും, ദാമ്പത്യ കുടുംബ ജീവിതത്തിലും, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും എന്ന് വേണ്ട ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ മേഖലയിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഈയൊരു സമയമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതവും മാറുകയാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ധാരാളമായി വന്നു ചേരും.
നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെ മന്ദത, അലസത, തടസ്സം ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ ആ ഒരു ഈശ്വരാനുഗ്രഹം ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ്. വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ജന്മശനി വിട്ടുമാറുന്നതോടുകൂടി തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ജോലി സംബന്ധമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. ജോലിയില്ലാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, അവസരം ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഇത്രയും കാലം ലഭിക്കാതിരുന്ന നേട്ടങ്ങളും മാറ്റങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്ന സമയം. സ്വന്തമായി ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു തൊഴിൽ, ഒരു ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി വളരെ വലിയ മാറ്റങ്ങൾ ആ രീതിയിലും അനുഭവത്തിൽ വരും. സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ച, ഒരു നന്മ ലഭിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ജന്മശനി കൂടി വിട്ടുമാറുമ്പോൾ നിങ്ങളെ അലട്ടിയിരുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിക്കും. പുതിയ വഴികൾ, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു നല്ല മാറ്റം ഒക്കെ ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ പലരും സ്വന്തമായൊരു ഭൂമി വാങ്ങാൻ ഇറങ്ങിത്തിരിച്ച് പലതരത്തിലുള്ള കേസോ കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെട്ടവരുണ്ട്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് മുടങ്ങി നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറും. ഗൃഹം സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതൊക്കെ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ പൂർവിക വഴിയിൽ ലഭിക്കാനുള്ള എന്തെങ്കിലും ഗുണഫലങ്ങളുണ്ടെങ്കിൽ അതൊരു ഭൂമിയായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയം അതൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സമയം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല നന്മകളും സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെയാണോ മുന്നോട്ടുള്ള ഭാവിയിൽ അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് പല നല്ല കാര്യങ്ങളും നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. വിദേശത്തൊക്കെ ജീവിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കടൽ കടന്ന് പോകുവാനായിട്ടുള്ളൊരു ഭാഗ്യം ഈ ഒരു സമയത്ത് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും ലഭിക്കുന്നതാണ്. പൊതുവെ നിങ്ങൾക്ക് ഈ ഒരു സമയം ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടൊക്കെ ആണെങ്കിലും വളരെ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലും നല്ലൊരു മാറ്റം വന്നു ചേരും. ദാമ്പത്യപരമായിട്ടും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടൊഴിഞ്ഞ് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയം. മീനം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ ഈശ്വരൻ നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും ഉത്തമമായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം, മംഗല്യ ഭാഗ്യം ലഭിക്കും. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന സമയം. ഒരു സന്താനത്തിന് നിങ്ങൾ ചെയ്തു വന്നിരുന്ന ആ ഒരു ചികിത്സകളൊക്കെ, ഈ മുൻകാലങ്ങളിൽ ചികിത്സകളൊക്കെ നടത്തി വന്നിട്ടുള്ളവരാണെങ്കിൽ അതിനൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയമാണ്. മീനം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ്. ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.